നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലുട്ടുവും വിട്ടുവും അയ്യോ സോഷ്യൽ മീഡിയ എടുത്തിട്ട് പൂശുകയാണ്. പല ജാതി പേരുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് മലയാളത്തിൽ ഹിറ്റൊരുക്കിയ സിദ്ദിഖ് ലാൽ തുടങ്ങി എത്രയെത്ര പേർ ജോഡികൾ, വഖർ ആൻഡ് അക്രം, ഹോൾഡിംഗ് ആൻഡ് മാർഷൽ തുടങ്ങി എത്രയെത്ര ഹിറ്റ് ജോഡികൾ. രാഷ്ട്രീയത്തിലും ചില പേരുകളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. മയസ്, എംഗൽസ്, നെഹ്റു, ഗാന്ധിജി തുടങ്ങിയ പേരുകൾ. ഇതൊക്കെയാണ് ഇപ്പോൾ CPM പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിക്കാട്ടുന്നത്. തങ്ങളുടെ 2 MP-മാർ ഡൽഹിയുടെ വീതികളിൽ കിടന്ന് നടത്തിയ ആ പുകില്. റഹീമിനെക്കുറിച്ചും ജോൺ ബ്രിട്ടാസിനെക്കുറിച്ചുമാണ് പാർട്ടി പ്രവർത്തകർ വലിയ ഫോട്ടോയൊക്കെ ഇട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തകർക്കുന്നത്. മറുവശത്ത് ട്രോളോട് ട്രോൾ. പല കോമഡി കഥാപാത്രങ്ങളും പെയറായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലെ ഒരു കൂട്ടർ ഓർമ്മപ്പെടുത്തുന്നത്. പാച്ചു ഗോപാലൻ, കടലാസ് കന്നാസ് തുടങ്ങി എത്രയെത്ര പെയർ കോമഡി ജോഡികൾ. എന്തായാലും കേരളത്തിനൊരു പെയർ ജോഡികളെ ഇപ്പോൾ കിട്ടി. ലുട്ടു ആൻഡ് വിട്ടു, ലുട്ടു ബ്രിട്ടു എന്നൊക്കെയാണ് ചിലർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ലുട്ടുവും ബ്രിട്ടുവും കൂടി CJP നടത്തിയ ആ പ്രതിഷേധ സമരത്തിനിടയിലേക്ക് അങ്ങിരച്ചു കയറി. പിന്നീട് പ്രതിഷേധ സമരം തങ്ങളുടേതാണ് എന്ന മട്ടിലായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവരുടെ കസർത്ത്. CJP-ക്കാരെ തൊട്ടാൽ കാണിച്ചു തരും എന്നൊക്കെയാണ് ഇവരുടെ ആക്രോശം. പോലീസിനെ കണ്ടപ്പോൾ ലുട്ടു ഓടിയൊളിച്ചു. ബ്രിട്ടുവിൻ്റെ സ്ഥിതി ഏകദേശം ഇതുപോലൊക്കെ തന്നെ. ഇത്തരം 8 മമ്മൂഞ്ഞമാർ പലയിടങ്ങളിലുമുണ്ട് എന്ന് സോഷ്യൽ മീഡിയ ഓർമ്മപ്പെടുത്തുന്നു. ഡോക്ടർ ചിന്താ ജെറോം ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റും ഇപ്പോൾ ട്രോളുകളുടെ പരകോടിയിലാണ്. നമ്മൾ ജയിച്ചു എന്നൊരു ബാനറുമുയർത്തി ചിന്താ ജെറോമും കൂട്ടരും നടക്കുന്ന ഒരു പോസ്റ്റ് അങ്ങ് താങ്ങി. പച്ച മലയാളത്തിൽ ചോദിച്ചാൽ ഇവർക്കൊക്കെ ഉളുപ്പില്ലേ? CJP നടത്തിയ സമരത്തിൽ ഇവർക്കെന്താണ് കാര്യം? ഇപ്പോൾ CJP പോലും രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിനെയോ സമരപങ്കിനെ അംഗീകരിക്കുന്നില്ല. അതിനിടയിൽ ഊർന്നു കയറാൻ നോക്കിയ ബ്രിട്ടുവിനെയും ലുട്ടുവിനെയും നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? CJP നടത്തിയ ഐതിഹാസിക സമരവിജയത്തിന് പിന്നാലെ വൈകാരിക പ്രതികരണവുമായി പിന്നീട് ജോൺ ബ്രിട്ടാസും രഞ്ജിനി ഹരിദാസും ഒക്കെ മീഡിയകളുടെ മുന്നിലെത്തി. സമരം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ രഞ്ജിനി അവിടെ കിടന്ന് ചില കസർത്തൊക്കെ നടത്തി. പിന്നീട് അടുത്ത വിമാനം പിടിച്ച് നേരെ കേരളത്തിലെത്തി. ധാർഷ്ട്യത്തിൻ്റെ 56 ഇഞ്ച് പഞ്ചറായ ദിനമാണിന്ന്. ഇന്ന് ശബ്ദമിടറിക്കൊണ്ടാണ് ജോൺ ബ്രിട്ടാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തൻ്റെ നെഞ്ചിൽ നിന്ന് വലിയൊരു കല്ലെടുത്തു മാറ്റിയതുപോലെ ആശ്വാസം തോന്നുന്നുവെന്നാണ് രഞ്ജിനി ഹരിദാസ് തട്ടിവിട്ടത്. കുട്ടികളുടെ നിശ്ചയദാർഢ്യം നേരിൽ കണ്ടയാളെന്ന നിലയ്ക്ക് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. ചുവരെഴുത്ത് വായിക്കാൻ മറന്ന മോദി ടെലിപ്രോംപ്റ്റർ മാത്രം വായിച്ചതിൻ്റെ കുഴപ്പങ്ങളായിരുന്നു എല്ലാം. അമിത അധികാര പ്രയോഗങ്ങളെ നിഷ്പ്രഭമാക്കിയ സമരങ്ങൾക്കെല്ലാം ഇതുപോലെ ചില നിമിത്തങ്ങളുണ്ടാവും. തനിക്കിതൊരു വ്യക്തിപരമായ വിജയമെന്നാണ് രഞ്ജിനി ഹരിദാസിൻ്റെ അവകാശവാദം. ഇതുപോലെ ഒത്തിരി അവകാശവാദക്കാർ ഇപ്പോൾ കളത്തിലിറങ്ങി. CJP സമരത്തിൽ ഇവർക്ക് എന്താണ് പങ്ക് എന്ന് ആരെങ്കിലും ഇവരോട് ചോദിച്ചാൽ പെട്ടെന്നങ്ങ് കോപാകുലരാകും. ഞങ്ങളാണ് CJP എന്ന മട്ടിലാണ് ഇവരുടെ പല പ്രയോഗങ്ങളും. ഈ റഹീമിനോടും ബ്രിട്ടാസിനോടുമൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത് ഒന്ന് മാത്രം: പണ്ട് PSC പരീക്ഷാ ക്രമക്കേടുകളുടെ സമയത്ത് നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു? ഡൽഹിയിൽ CJP ഇപ്പോൾ നടത്തിയ ഈ നീറ്റ് പരീക്ഷയും പരീക്ഷാ ചോർച്ചയും ഒക്കെ പെട്ടെന്നുണ്ടായ സംഭവമല്ലായിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ സമരവേദിയിലേക്ക് ഇറങ്ങിയില്ല? വല്ലവരും നടത്തിയ സമരത്തിൻ്റെ ക്രെഡിറ്റ് അടിക്കാനായി പാഞ്ഞെടുക്കുകയാണ് ജോൺ ബ്രിട്ടാസും റഹീമുമൊക്കെ. കഷ്ടം തന്നെ. ഇതുതന്നെയാണ് 8 മമ്മൂഞ്ഞിസം, അതിൽ സംശയമില്ല. മത്സര പരീക്ഷകളുടെ ചോദ്യക്കടലാസ് ചോരുന്നത് അതീവ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. കൃത്യമായ നടപടി സ്വീകരിച്ച് വിദ്യാർത്ഥികളുടെ വിശ്വാസം ആർജിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. എന്നാൽ CJP ആരംഭിച്ച സമരത്തിന് പിന്നിൽ ദേശവിരുദ്ധ ശക്തികളുടെ ഇടപെടലുണ്ടാകുമോ എന്ന് തുടക്കം മുതൽ ഇന്ത്യ ഭയപ്പെട്ടു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിച്ച ഈ പ്രശ്നമുണ്ടായി മാസങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും എവിടെയായിരുന്നു കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അവരുടെ യുവജനങ്ങളുമൊക്കെ? അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം അഭിജിത്ത് ദീപ്കെ എന്നൊരാൾ പാർട്ടിയുമായി രംഗപ്രവേശം ചെയ്യുന്നു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പാഞ്ഞെത്തിയാണ് അഭിജിത്ത് ദീപ്കെ തൻ്റെ സമരപരിപാടികൾക്ക് തുടക്കമിട്ടതും. അവർ രാജ്യത്തിൻ്റെ പലയിടങ്ങളിൽ ചെറു സമരപരിപാടികൾ ആദ്യം ആരംഭിക്കുന്നു. അപ്പോഴൊക്കെ കോൺഗ്രസ് മുഖം തിരിച്ചു നിന്നു. CJP എങ്ങാനും ശക്തിപ്പെട്ടാൽ കോൺഗ്രസിൽ നിന്ന് അണികളും പ്രവർത്തകരും ഒഴുകുമോ എന്ന ഭയമായിരുന്നു കോൺഗ്രസിന്. ഇടതുപക്ഷമാവട്ടെ അവരെ തിരിഞ്ഞു നോക്കിയതേയില്ല. എന്നാൽ പാർട്ടികളുടെ പാർലമെൻറ്റ് മാർച്ച് കണ്ടതോടെ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ മനസ്സിൽ ലഡു പൊട്ടി. പ്രത്യേകിച്ച് റഹീമിൻ്റെ പിന്നൊരു ഓട്ടമായിരുന്നു. പാർലമെൻറ്റിൽ നിന്ന് ബ്രിട്ടുവും ലുട്ടുവും നേരെ ഓടിക്കയറിയത് CJPയുടെ വേദിയിലേക്ക്.
CJP നേതാക്കളൊന്നും അവരെ മൈൻഡ് ചെയ്തില്ല. എങ്കിലും മുന്നിൽ നിന്ന പോലീസുകാരോട് മലയാളത്തിൽ ചില കീറലുകളങ്ങ് നടത്തി. ഇടതുപക്ഷവും കോൺഗ്രസും അഥവാ ഇന്ത്യ മുന്നണിയുമൊക്കെ ഈ വിഷയം ആത്മാർത്ഥമായി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഒരു പാറ്റയും ഡൽഹിയിൽ ഇറങ്ങില്ലായിരുന്നു. അപ്പോൾ ഇറങ്ങിയ പാറ്റകൾ തങ്ങളുടേതാണ് എന്ന മട്ടിൽ ഇവർ പ്രചരണം നടത്തുന്നത് എത്ര ബാലിശമാണ്. കേന്ദ്ര സർക്കാരുമായുള്ള പാറ്റകളുടെ ചർച്ച അത് ഹൈജാക്ക് ചെയ്ത് സ്വന്തം പേരിലാക്കാനുള്ള ഏറ്റവും വൃത്തികെട്ട കളികളാണ് ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷ നേതാക്കൾ ഡൽഹിയിൽ നടത്തിയത്. കേന്ദ്രത്തിൻ്റെ ദുർവാശിയാണ് സമരം ഇത്രയധികം ശക്തിപ്പെടാനുള്ള കാരണം, അതിൽ സംശയമൊന്നുമില്ല. ഇക്കാര്യം RSS നേതൃത്വത്തിന് കൃത്യമായി മനസ്സിലായി. ജന്തർ മന്ദിറിൽ ഒരു മാസത്തിലധികമായി നീണ്ടുനിന്ന ജനറേഷൻ C വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം അത് കൈവിട്ടു പോയാൽ ദേശവിരുദ്ധ ശക്തികൾ അതൊരായുധമാക്കുമെന്ന് RSS നേതൃത്വവും തിരിച്ചറിഞ്ഞു. പ്രക്ഷോഭത്തെക്കുറിച്ച് RSS മേധാവി മോഹൻ ഭാഗവത് പരോക്ഷമായി പ്രതികരിച്ച് മണിക്കൂറുകൾക്കകം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നു. യുവാക്കളുമായി സമവായത്തിലെത്താൻ കുടുംബങ്ങളും സമൂഹവും തയ്യാറാകണമെന്നായിരുന്നു മോഹൻ ഭാഗവത് പറഞ്ഞത്. ഈ പ്രസ്താവനയിലെ അപകട സൂചന വ്യക്തമായി മനസ്സിലാക്കി കേന്ദ്ര സർക്കാരും BJP നേതൃത്വവും. തുടർന്നായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നാടകീയ പിന്മാറ്റം. പുതിയ തലമുറയുടെ യുക്തിസഹമായ ചിന്താഗതിയെയും ചോദ്യം ചെയ്യാനുള്ള പ്രവണതയെയും ഉൾക്കൊള്ളണമെന്നും ഇതിനായി പഴയ രീതികൾ മാറ്റണമെന്നുമാണ് മോഹൻ ഭാഗവത് പറഞ്ഞത്. ആധുനിക മാതൃത്വം എന്ന വിഷയത്തിൽ ഡൽഹിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മോഹൻ ഭാഗവതിൻ്റെ ഈ വാക്കുകൾ. 2014 കേന്ദ്രഭരണം പിടിച്ചെടുത്ത മോദി പിന്നീട് നാളിതുവരെ തൻ്റെ മന്ത്രിസഭയിൽ ഒരൊറ്റ മന്ത്രിയെയും രാജിവെപ്പിക്കേണ്ട ഗതികേടിലെത്തിച്ചേരുന്നില്ല. 12 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ക്യാബിനറ്റ് റാങ്കുള്ള ഒരു കേന്ദ്രമന്ത്രി ഒടുവിൽ രാജിവെക്കേണ്ടി വന്ന സ്ഥിതിവിശേഷം. 35 ദിവസങ്ങളായി CJP ഡൽഹിയിൽ നടത്തിയ സമരത്തെ ഭയപ്പെടാത്ത BJP നേതൃത്വം എന്തുകൊണ്ടാണ് ഒടുവിൽ വിദ്യാഭ്യാസ മന്ത്രിയോട് രാജി ആവശ്യപ്പെട്ടത്? RSS ഇടപെടലാണ് അതിൻ്റെ മുഖ്യ കാരണം. സമരങ്ങളെ എന്തു വില കൊടുത്തും അടിച്ചമർത്തുന്ന പതിവ് ഭരണകൂട ശൈലി ഇതോടെ കേന്ദ്ര നേതൃത്വം മാറ്റി. കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കി. വ്യക്തമായ ഇന്റലിജൻസ് മുന്നറിയിപ്പും കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ജന്തർ മന്ദിറിൽ ആരംഭിച്ച വിദ്യാർത്ഥി സമരം പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ കൈകാര്യം ചെയ്യുന്നതിൽ ഡൽഹി പോലീസിന് വലിയ വീഴ്ച പറ്റി. ഇനിയും ഇത്തരം വീഴ്ചകൾ സംഭവിച്ചാൽ ദേശവിരുദ്ധ ശക്തികൾ വലിയ തോതിൽ ഇത് മുതലെടുപ്പിന് കാരണമാക്കും. സമരത്തിലേക്ക് രാജ്യവിരുദ്ധ ശക്തികളും ക്രിമിനലുകളും നുഴഞ്ഞു കയറുന്നതായി ഇന്റലിജൻസ് മുന്നറിയിപ്പ്. ഫേഷ്യൽ റെക്കഗ്നീഷൻ സംവിധാനങ്ങൾ വിന്യസിച്ച് പരിശോധിച്ചപ്പോൾ 2500-ലധികം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ കടന്നുകൂടിയതായി കേന്ദ്ര സർക്കാർ കണ്ടെത്തി. ഇതോടെ ഈ സമരം വലിയ ക്രമസമാധാന പ്രശ്നമായി വളരുമെന്ന് BJP നേതൃത്വം ഭയപ്പെട്ടു. വോട്ട് ബാങ്ക് ചോർച്ച എന്ന BJPയുടെ ഭയം മറുവശത്ത്. നാളിതുവരെ യുവതയുടെ പിന്തുണയിലാണ് BJP തങ്ങളുടെ ശക്തി പ്രകടിപ്പിച്ചിരുന്നത്. യുവജനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിഭാഗം തങ്ങളിൽ നിന്നകന്നാൽ അത് അപകടത്തിൻ്റെ ഒരു അപായ സൂചന നൽകുമെന്നും കേന്ദ്ര സർക്കാർ മനസ്സിലാക്കി. തുടക്കത്തിൽ കുട്ടികളുടെ കളിയെന്ന് ചിരിച്ച് പരിഹസിച്ച ഈ സമരത്തെ ഗൗരവത്തോടെ കാണാൻ ഒടുവിൽ മോദി സർക്കാർ തീരുമാനമെടുത്തു. ചെറുപ്പക്കാർക്കിടയിലെ അമർഷം തണുപ്പിക്കാനായിരുന്നു മോദി ഇൻസ്റ്റാഗ്രാം സെൽഫിയിലൂടെ ശ്രമിച്ചത്. അതിന് വലിയ സ്വീകാര്യതയും ലഭിച്ചു. ചരിത്രത്തിലാദ്യമായി സെൽഫി ക്യാമറയിലൂടെ യുവാക്കളുമായി സംവദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. അയൽ രാജ്യങ്ങളിൽ നടന്ന ജെൻസി വിപ്ലവത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ചിലർ ഭരണാധികാരികൾക്ക് മുന്നിൽ നിരത്തി. അയൽ രാജ്യങ്ങളായ നേപ്പാളിലും ബംഗ്ലാദേശിലും പുതുതലമുറ നടത്തിയ പ്രക്ഷോഭങ്ങൾ ഭരണകൂടങ്ങൾ വീഴ്ത്തിയത് ഓർമ്മപ്പെടുത്തി. നേരത്തെ ലഡാക്കിൽ ഉടലെടുത്ത പ്രക്ഷോഭങ്ങളെ കേന്ദ്രം ശക്തമായി നേരിട്ടിരുന്നു. എങ്കിലും രാജ്യ തലസ്ഥാനത്ത് സമരം ആളിക്കത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടിന് കാരണമാകുമെന്നും കേന്ദ്ര സർക്കാർ ഭയന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ അതിവേഗം പടരുന്ന പ്രചരണങ്ങളെ നേരിടാൻ അതിൻ്റേതായ നിലയിൽ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല. നീറ്റ് പരീക്ഷ പുനർവിചാരണ സമയത്ത് ടെലിഗ്രാം പൂട്ടിയതും വാട്സാപ്പ് ഫീച്ചറുകൾക്ക് വിലക്കേർപ്പെടുത്തിയതുമൊക്കെ സമരങ്ങളെ തടയിടുന്നതിൻ്റെ ഭാഗമായിരുന്നു. പരമ്പരാഗത സമവാക്യങ്ങൾ കൊണ്ടും തന്ത്രങ്ങളും കുതന്ത്രങ്ങൾ കൊണ്ടും സമരത്തെ അടിച്ചൊതുക്കിയാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമാവുമെന്നും കേന്ദ്ര സർക്കാരിന് ഭയം. 30 വയസ്സിന് താഴെയുള്ളവരാണ് ഈ രാജ്യത്ത് പാതിയോളം. ഒടുവിൽ മോദി തോൽക്കുകയായിരുന്നില്ല, സ്വയം തോറ്റുകൊടുക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിയ സമരത്തിന് മുന്നിൽ ഒരു തോൽവി. ജെൻസി വിപ്ലവത്തിന് മുന്നിൽ ഒന്ന് തോറ്റുകൊടുത്തില്ലെങ്കിൽ അയൽ രാജ്യങ്ങളിൽ സംഭവിച്ചതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഈ തോൽവിയുടെ ഗുണം മോദിക്കും രാജ്യത്തിനുമാണ് എന്നതാണ് BJPയുടെ ഇപ്പോഴത്തെ പ്രചാരണം. ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഞങ്ങളെടുത്ത നിലപാടിൽ തന്നെ ഇപ്പോഴും തുടരുന്നുവെന്ന് BJP പറയുന്നു.
വിദ്യാർത്ഥികൾ ന്യായമായി ഉന്നയിച്ച ആവശ്യങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു. നിഷ്കളങ്കരായ യുവത്വം തെരുവിലിറങ്ങിയാൽ അവരെ ദേശവിരുദ്ധ ശക്തികൾ തങ്ങളുടെ കൈക്കുമ്പിളിലാക്കും എന്ന ഭയം BJP കേന്ദ്ര നേതൃത്വത്തിന് തുടക്കം മുതൽ ശക്തമായിരുന്നു. വിപ്ലവത്തെ അനുകൂലിച്ച് കളത്തിലിറങ്ങിയ ഇടതുപക്ഷ നേതാക്കളും സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമൊക്കെ മോദിക്കെതിരെ സംഘപരിവാറിനെതിരെയുള്ള ഒരു വിപ്ലവമായി ഇതിനെ കൈകാര്യം ചെയ്തു. അവർക്ക് നീറ്റും മറ്റു പ്രശ്നങ്ങളുമൊന്നുമായിരുന്നില്ല മുന്നിൽ. പകരം മോദിയെ വ്യക്തിപരമായി ആക്രമിച്ചു, അധിക്ഷേപിച്ചു, പരിഹസിച്ചു. യുവജനതയെ തെരുവിൽ വളർത്തി മോദിയെയും സംഘപരിവാറിനെയും ആക്രമിച്ച് തകർക്കാനുള്ള തന്ത്രങ്ങൾ മറുവശത്ത് മെനഞ്ഞുകൊണ്ടിരുന്നു. വരുന്ന 25 വർഷത്തേക്ക് ഇന്ത്യൻ ഭരണം തങ്ങളിൽ ഉറപ്പിച്ചു നിർത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഭരണം ആ നിലയ്ക്ക് മുന്നേറുന്ന മോദിക്കും BJP നേതൃത്വത്തിനുമൊക്കെ ശക്തമായ വെല്ലുവിളിയായി യുവജനങ്ങളുടെ ഈ സമരം മാറുമോ എന്ന ഭയം. സംഘപരിവാർ പ്രൊഫൈലുകൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു, ഇത് രാജ്യവിരുദ്ധ കലാപമാണ്, അടിച്ചമർത്തുക മാത്രമാണ് ഏറ്റവും ശക്തമായ നടപടി. പാറ്റകൾക്ക് മുന്നിൽ മുട്ടുമടക്കരുത് എന്നതായിരുന്നു സംഘപരിവാറിന്റെ പ്രഖ്യാപിത നിലപാട്. എന്നാൽ കൈവിട്ടുപോയാൽ രാജ്യവിരുദ്ധ ശക്തികൾ പിന്നിൽ പ്രവർത്തിക്കും. നിഷ്കളങ്കരായ കുട്ടികൾ ഇരകളാകും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ നല്ലത് എന്ന് മോദിക്ക് ബോധ്യമായി. ഒടുവിൽ ഈഗോ വെടിഞ്ഞ് ആവശ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാർ കീഴടങ്ങുന്നു. 49 ദിവസം നീണ്ടുനിന്ന സമരം ഒടുവിൽ ഒത്തുതീർപ്പിലാകുന്നു. അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്നിറങ്ങുമ്പോൾ ഇന്ത്യൻ യുവത്വം ഒരുമിച്ചുകൂടും, അതൊരു വലിയ മുന്നേറ്റമാകും, മോദി താഴെ വീഴുമെന്നുമൊക്കെ കണക്കുകൂട്ടിയവർക്ക് പിഴച്ചു. സോനം വാങ്ചുക്കിന്റെ രംഗപ്രവേശം തണുത്തതായിരുന്നു. നിരാഹാരം അനുഷ്ഠിച്ചിട്ടും കാര്യമായ പ്രതികരണമുണ്ടാക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ല. എന്നാൽ ഒരാഴ്ച മുൻപ് ജൂലൈ 18-ന് സോനം വാങ്ചുക്കിനെ നിർബന്ധിതമായി അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കിയപ്പോൾ ഇത് രാജ്യവ്യാപക പ്രചരണങ്ങൾക്ക് കാരണമായി. തുടർന്ന് പാറ്റകൾ ഒരു ഹൈപ്പ് നിലനിർത്താൻ പാർലമെന്ററി മാർച്ച് ആസൂത്രണം ചെയ്യുന്നു. വലിയ സോഷ്യൽ മീഡിയ പ്രചരണം ഈ മാർച്ചിന് ലഭിച്ചു. ഇതോടെയാണ് ഡൽഹിയിലെ തെരുവുകളിലേക്ക് യുവജനങ്ങൾ ഒഴുകിയത്. ഇവിടെ കേന്ദ്ര സർക്കാരിന് ആദ്യം പിഴച്ചു. അടിച്ചമർത്താം എന്നതായിരുന്നു ആദ്യ കണക്കുകൂട്ടൽ. എന്നാൽ വിദ്യാർത്ഥികളെ നോവിക്കരുത് എന്ന നിർദ്ദേശം തുടർന്ന് ഡൽഹി പോലീസിന് നൽകുന്നു. ഇതിനിടയിലെ ആശയക്കുഴപ്പത്തിൽ പാർലമെന്റ് മാർച്ചിന് തൊട്ടുപിന്നാലെ ജെൻസി പാറ്റ പാർട്ടിയിലേക്ക് ഒഴുകിയെത്തി. ഒടുവിൽ കേന്ദ്ര സർക്കാരിന് പിടികിട്ടി, ഇതൊരു ജെൻസി വിപ്ലവമാണ്. ഈ വിപ്ലവത്തെ അത്ര എളുപ്പം തല്ലിയൊതുക്കാൻ കഴിയില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പ്രചരണം ശക്തിപ്പെടുന്നു. പ്രതിപക്ഷ കക്ഷികളെ ഭിന്നിപ്പിച്ച് നിർത്തിയാൽ എല്ലാ കാലത്തും ഇന്ത്യ ഭരിക്കാം എന്ന BJPയുടെ ആ മോഹം ഇവിടെ തകർന്നു വീഴുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഭരണ നേതൃത്വത്തിന്റെ അഹന്ത കുറയ്ക്കാൻ ഇത്തരമൊരു ജനകീയ വിപ്ലവത്തിന് കഴിഞ്ഞു. ജെൻസി രംഗത്തിറങ്ങിയാൽ, അവർ ഒരുമിച്ചിറങ്ങിയാൽ, തന്ത്രങ്ങൾ മെനഞ്ഞാൽ ഏത് അധികാര കേന്ദ്രങ്ങളെയും വിറപ്പിക്കുമെന്ന ഒരു പാഠമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അവർ നൽകിയത്. പിടിവാശിയൊക്കെ മാറ്റിവെച്ച് രാജ്യത്തിന് വേണ്ടി മോദി ഒരു വിട്ടുവീഴ്ച ചെയ്തു. അത് അഭിനന്ദിച്ചേ തീരൂ. ഒരു കാര്യം വ്യക്തമാണ്, ജനാധിപത്യത്തിന്റെ വിജയമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജനങ്ങൾക്ക് എത്ര ശക്തരായ ഭരണകൂടത്തെയും കൃത്യതയോടെ ചൂണ്ടുവിരലുയർത്തി അവരോട് പറയാൻ കഴിയും, ജനാധിപത്യത്തെ നിങ്ങൾ മറക്കരുത്. മോദിയും കേന്ദ്ര സർക്കാരും കൈക്കൊണ്ടത് ഏറെ വിവേകപൂർണമായ ഒരു നിലപാട്, ഒരു തീരുമാനം. ആ തീരുമാനത്തിന് പിന്നിൽ പാറ്റകൾ ഡൽഹിയിലെ തെരുവുകളിൽ നിന്ന് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ ഒരു കാര്യത്തിൽ സർക്കാരിന് ആശ്വസിക്കാം, നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് പാളിപ്പോയത് നമ്മുടെ ഭരണകൂടത്തിന് സംഭവിച്ചില്ല. സംയമനത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്ത് രാജ്യത്തെ രക്ഷിക്കുക തന്നെയായിരുന്നു നമ്മുടെ ഭരണകൂടവും മോദിയും ചെയ്തത്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യബോധവും ജനങ്ങളുടെ അവകാശവും ഒരിക്കൽ കൂടി ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്താൻ ഈ വിപ്ലവത്തിന് കഴിഞ്ഞു. ഈ വിപ്ലവത്തിൻ്റെ എട്ടുകാലി മമ്മൂഞ്ഞുമാരാകാൻ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ നേതാക്കൾക്കൊന്നും ഒരവകാശവുമില്ല. ഒരുപാട് ദൂരം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോഴിതാ അഭിജിത് ദീപ്കയുടെ വീഡിയോ പറയുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അടുത്ത ലക്ഷ്യം എന്ത് എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്. സ്ഥാപിതമായി 2 മാസങ്ങൾക്കുള്ളിൽ തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കേന്ദ്രത്തിൽ നിന്ന് നിറവേറ്റിയെടുത്തു എന്ന ആത്മവിശ്വാസം നല്ലത്. എന്നാൽ രാജ്യത്തിനെതിരെ തിരിയുന്ന മറ്റ് സമര പരിപാടികൾക്കാണ് ലക്ഷ്യമെങ്കിൽ ജനം സൂക്ഷ്മതയോടെ നിങ്ങൾ വിലയിരുത്തും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ പരാമർശത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി പിറവികൊണ്ട ആക്ഷേപഹാസ്യ പ്രസ്ഥാനമായ CJP വളർന്നു പന്തലിച്ച് രാജ്യത്താകമാനം പടരുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിലെന്ന് അഭിജിത് ദീപ്കെ പറയുന്നു. എന്തായാലും അവരുടെ അടുത്ത ലക്ഷ്യമെന്ത് എന്ന് നമുക്ക് സൂക്ഷ്മതയോടെ കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.